ബി.പി. മൊയ്തീൻ സേവാമന്ദിർ രക്ഷാധികാരിയും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന രവീന്ദ്രൻ പനങ്കുറയുടെ 10ാം ചരമദിനാചരണവും അനുസ്മരണവും അദ്ദേഹത്തിന്റെ പേരിലുള്ള മാനവ സേവാ പുരസ്കാരദാനവും സംഘടിപ്പിച്ചു. മുക്കം ബി.പി. മൊയ്തീൻ സേവാമന്ദിറിൽ നടന്ന പരിപാടി ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി യു രാമചന്ദ്രൻ നിർവഹിച്ചു. ബി.പി. മൊയ്തീൻ സേവാമന്ദിർ രക്ഷാധികാരിയും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന രവീന്ദ്രൻ പനങ്കുറയുടെ 10ാം ചരമദിനാചരണവും അനുസ്മരണവും അദ്ദേഹത്തിന്റെ പേരിലുള്ള മാനവ സേവാ പുരസ്കാരദാനവുമാണ് സംഘടിപ്പിച്ചത്. മുക്കം ബി.പി. മൊയ്തീൻ സേവാമന്ദിറിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി യു രാമചന്ദ്രൻ നിർവഹിച്ചു. ഭൂരിപക്ഷം ആളുകൾക്കും രവിയേട്ടനെ കുറിച്ച് വലിയ അറിവുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറഞ്ഞ ആളുകൾ മാത്രമേ രവിയേട്ടനെ കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടും ഈ സേവാമന്ദിരത്തിന്റെ പ്രവർത്തനങ്ങളിൽ അക്കാലത്തൊക്കെ ഇടപെട്ടിട്ടുണ്ടാവും. കൂടുതലും പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ആരാണ് ഈ ചിത്രത്തിൽ കാണുന്ന രവിയേട്ടനെ മാത്രമേ അറിയൂ. വരും തലമുറകൾ വിശ്വസിക്കുക. ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞതുപോലെ ഇങ്ങനെ രക്തവും മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് കൂടി നടന്നു നീങ്ങിയിരുന്നുവെന്ന് വരും തലമുറകൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞതുപോലെ രവിയേട്ടനെ പോലുള്ള ഒരു പൊതുപ്രവർത്തകരെ, സാമൂഹ്യ പ്രവർത്തകനെ, അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് നാം പറയുമ്പോൾ ഒരു പക്ഷേ പുതിയ തലമുറ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ബി.പി. മൊയ്തീൻ സേവാമന്ദിർ ഡയറക്ടർ കാഞ്ചന കൊറ്റങ്ങൽ ചടങ്ങിൽ അധ്യക്ഷയായി. ചടങ്ങിൽ മാനവസേവാ പുരസ്കാരം ബി.പി. മൊയ്തീൻ സേവാമന്ദിർ ജോയിന്റ് ഡയറക്ടർ ടി.എസ്. ബേബി ഷക്കീല മുക്കം പ്രഭാകരന് സമർപ്പിച്ചു. പി.ടി. ഭാസ്കർ പണിക്കർ ബാലശാസ്ത്ര പരീക്ഷയിൽ വിജയികളായ കോഴിക്കോട് ജില്ലാ ബാലശാസ്ത്ര പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. എ.സി. നിസാർ ബാബു, എം സുകുമാരൻ, ബി അലിഹസൻ, മുക്കം ബാലകൃഷ്ണൻ, എ.എം. ജമീല, കെ രവീന്ദ്രൻ, ദാമോദരൻ കോഴഞ്ചേരി, എ.കെ. സിദ്ദിഖ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.